ഇതൊരു കോവക്കയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അവനവൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് കൃഷി ചെയ്ത ഏത് സാധനം എല്ലാവർക്കും വിലപ്പെട്ടതല്ലേ. ഇത് കണ്ട, ഇത് എൻ്റെ കോവക്ക മരമാണ്. ഇത് നട്ടത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ് നട്ടത്. അവർ നട്ടിട്ട് പോയതാ, ഗൾഫിലേക്ക് പോയതാണ്. ഇപ്പോൾ ഇതാ ഇതിൽ നിറയെ കോവക്ക ഉണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ അടുത്തൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. പക്ഷെ അത് പറിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിറയെ ഒരുപാട് കോവക്കുണ്ട്. ഞാനിത് എല്ലാം ഇങ്ങനെ പറിച്ചെടുക്കലും നല്ല രസമല്ലേ. നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ നട്ടുണ്ടാക്കിയത് പറിച്ച് അത് ഉണ്ടാക്കി അത് പാചകം ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷേ എൻ്റെ മക്കളൊന്നും അങ്ങനെ കൂടുതൽ കഴിക്കില്ല കേട്ടോ. നമ്മൾ പിന്നെ മൂന്നാളുള്ളത് കൊണ്ട് പിന്നെ അങ്ങനെ കൂടുതലായിട്ട് ആരും അങ്ങനെ കഴിക്കില്ല. ഇതാ നിറയെ ഉണ്ട്. ഈ വക മൊത്തം കോവക്കൻ്റെ വള്ളിയാണ്. അതെപ്പം നട്ടാൽ ഒരുപാട് ഉണ്ടാകലുണ്ട്. ഇതിങ്ങനെ ഇതാ ഓരോന്നായിട്ട് ഞാൻ പറിച്ചെടുക്കുകയെന്ന് വന്നല്ലേ. നല്ല രസമല്ലേ വള്ളി കാണാൻ വേണ്ടിയിട്ട്. നമ്മളെ ബാക്ക് സൈഡാണ് നട്ടുള്ളത്. ഇത് കണ്ടോ പഴുത്തിട്ട് ഞാൻ പറിച്ചിട്ടേ ഇല്ല, കുറേ ആയിട്ട് പറിക്കലേ ഇല്ല. ഇപ്പോൾ പറിക്കണം കണ്ട് ഒരുപാട് പഴുത്തിട്ടെല്ലാം പോയിട്ടുണ്ട്. പഴുത്തതാണ് ഇതിൻ്റെ വിത്ത് എന്നെല്ലാം പറയുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മരം ഇത് കൂടുതലും അപ്പുറത്തെ വീട്ടിലെ അവരെ ഭാഗത്താണ് പോയിട്ടുള്ളത്. അവിടെ ഒരു ചേച്ചീൻ്റെ എൻ്റെ അയൽവാസിയാണ്, നല്ല ആൾക്കാരാണ്. നമ്മൾ ആ ഭാഗത്തുള്ളത് അവരോട് പറിക്കാൻ വേണ്ടി പറഞ്ഞു ഞാൻ. അങ്ങനെ അവരത് പറിക്കും, ഇപ്പുറത്തുള്ളത് ഞാനും പറിക്കും. പക്ഷെ അവർ ഇതുവരെ പറിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ഇപ്പോൾ പറയും അവരോട്, വെറുതെ കളയണ്ട, നിങ്ങൾ പറിച്ചോ എന്നിട്ട്. ഇതെല്ലാം ഒരുപാട് ഇവിടെ പഴുത്തിട്ടെല്ലാം ഇരിക്കുന്നുണ്ട്. പഴുത്തത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പറിച്ചിട്ട് ആ നിലത്ത് തന്നെ ഇട്ട് കൊടുത്തു. പക്ഷെ അതാണ് ഞാൻ പറിച്ചിട്ട് പിന്നെ അപ്പുറത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്തത്. അവർക്ക് ഇഷ്ടമാണ് കോവക്ക. പക്ഷേ അവർക്ക് മരമായി കിട്ടുന്നില്ല. ഇതിൻ്റെ അവർ കുറേ നട്ടു നോക്കി, പക്ഷെ അവർക്കൊന്നും പിടിച്ച് കിട്ടുന്നേ ഇല്ല. അങ്ങനെ ഞാൻ കോവക്ക പറിച്ച് ഇതിപ്പോൾ നമ്മളെ വളപ്പിൽ തന്നെ ഉള്ള കറിവേപ്പില മരമാണ്. വറവുണ്ടാക്കുമ്പോൾ കോവക്ക ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇടണമല്ലോ. അങ്ങനെ ഞാൻ കറിവേപ്പില മരത്തുമ്പോൾ ഒന്ന് കറിവേപ്പില പറിച്ച്, പിന്നെ ഇവിടെ കർമൂസ് പപ്പക്കായ ഉണ്ട് കേട്ടോ. നമ്മൾ പപ്പക്കായ എന്ന് പറയാം. ഇതുണ്ടോ പപ്പക്കായ ആകുന്നുണ്ട്. അങ്ങനെ കറിവേപ്പിലും പറിച്ച് ഇതാ ഇത്രയും കോവക്കയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഞാനിതിപ്പോൾ മരത്തുമല്ലേ നിങ്ങൾക്ക് അങ്ങനെ ഇതിന് ശരിക്കും കാണിച്ചു തരാൻ പറ്റിയിട്ട് അതിൻ്റെ വള്ളീൻ്റെ മേലിൽ ഇതെല്ലാം ഞാൻ പറിച്ച് തീർത്തുകൊണ്ടാന്ന് ഞാൻ നല്ലോണം കഴുകി. എന്തായാലും മരത്തുമെന്ന് പറിച്ചതല്ലേ. കറിവേപ്പില ഒന്ന് മാറ്റി വെച്ച് എന്താ ഒരുപാടുണ്ട്. ഇത് വലിയ പാത്രമായതുകൊണ്ട് അങ്ങനെ മനസ്സിലാവായിട്ടാ. നല്ല വാഷ് ബേസിൽ ഇട്ട് നല്ല ഉപ്പെല്ലാം ഇട്ട് നല്ലോണം കഴുകിയിട്ട് നല്ല വിഷമൊന്നുമില്ലാണ്ട് നല്ല സാധനമല്ല. നമ്മളതിന് പൊടി നല്ല വാങ്ങി കുറേ മരുന്നടിച്ചിട്ടുള്ള വരുന്നത്. ഇതിപ്പോൾ ഒരു മരുന്നും അടിക്കാണ്ട് നല്ല പ്രകൃതിയായിട്ടുണ്ടായ ഒരു മറ്റേത് നമ്മളിടുന്നില്ലല്ലോ. വെറും വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാക്കുക. കോവക്ക ഞാൻ തേച്ച് വറുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ആവശ്യമുള്ളത് ഉപ്പേരി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ച് മുറിച്ച്, പിന്നെ വറവുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുന്നതല്ലേ. കഷ്ണം ഉള്ളി ഇട്ടിടേനും. പിന്നെ നല്ല ചെറിയ ചട്ടിയാണ്, നല്ല ക്യൂട്ടായിട്ടുള്ള ചട്ടിയാണ് അതിന്. അപ്പോൾ ഈ ചട്ടിയിൽ വറവുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതിൽ കായ്മുളക്, വെളുത്തുള്ളി, പിന്നെ ഉള്ളി, പച്ചമുളക് ഇട്ടിട്ട് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് കോവക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത് പൊടിയായിട്ട് അങ്ങനെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് ഇത്രയും സാധനങ്ങളാണ് ഇട്ടെടുത്ത്. എന്നിട്ട് നല്ലോണം വെച്ച് തേങ്ങ പൊതുവെ തേങ്ങ ഉണ്ടല്ലുണ്ട്. പക്ഷെ എനിക്കൊന്ന് തേങ്ങ ഉരുക്കാൻ മടിച്ചിട്ട് പിന്നെ ഞാൻ തേങ്ങ ഇടാണ്ട് ഉണ്ടാക്കി. ഞാനിപ്പോൾ കോവക്ക ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ട് കാണിക്കുന്നതല്ല. എൻ്റെ കോവക്കൻ്റെ മരം
മരത്തുമെന്ന് ഇത്ര കോവക്ക കിട്ടിയെന്നുള്ളത് കാണിച്ചത്. പിന്നെ ഇത് ബാക്കി ഞാൻ പറഞ്ഞത് അപ്പുറത്തെ വീട്ടിലവർക്ക് ബാക്കി ഞാൻ അവർക്ക് കൊടുത്തു.